അപ്പോൾ ഈ ഒരു ഗേറ്റിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ റിമോട്ടിലാണ് ഈ ഒരു ഗേറ്റ് ഓപ്പൺ ആക്കുന്നത് കേട്ടോ. അതിന് റിമോട്ട് ഫെസിലിറ്റിയും അതിന്റെ ഓട്ടോമേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ വിശാലമായ മുറ്റം കിട്ടുന്ന നല്ല വലിയൊരു സ്പേസ് ആണ്. വലിയ 2 എക്സിക്യൂട്ടീവ് സെഡാൻ വാഹനങ്ങൾ സുഖമായിട്ടും ഇതിനകത്ത് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയായിട്ടാണ് കിണറിന്റെ സ്ഥാനം. ഒരു മരക്കുറ്റിയുടെ ഡിസൈനിലാണ് ഈ ഒരു കിണറിനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തോരം സ്പേസ് ഉണ്ടെന്ന് നോക്കിയും, എത്രത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും, എന്തോരം വലിയ ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു മെയിൻ ഡോറിന് കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഡോർ അല്ലേ. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ധാരാളം വെന്റിലേഷൻസ് കിട്ടുന്നുണ്ട്. അതായത് ജനാലകളുടെ ഒരു എന്താ വലിയൊരു സംഗമം തന്നെയാണ് ഈ ഒരു ഭാഗം. ഇനി തികച്ചും നമുക്ക് പ്രൈവസി ഒക്കെ തരുന്ന തരത്തിലുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണെങ്കിൽ അതിനായിട്ട് സെപ്പറേറ്റ് വേറൊരു ലിവിംഗ് സ്പേസിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വിശാലമായ ഡൈനിങ് ഏരിയ അങ്ങനെ തന്നെ വേണം പറയാൻ കേട്ടോ. ഗ്യാസ് വല്ലതും ലീക്ക് ആകുകയാണെങ്കിൽ അറിയാനുള്ള ഫെസിലിറ്റി, അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പുതിയ വീട് വാങ്ങുന്നതിനും വെക്കുന്നതിനും പറ്റി വീട്ടിലുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഭാര്യ പറയുന്നത്, ഭാര്യയ്ക്ക് വീട്ടിലെ ബെഡ്റൂമുകളെല്ലാം വലിയ റൂമുകൾ വേണം. ചെറിയ ബെഡ്റൂമുകളൊന്നും പുള്ളിക്കാരത്തി പിടിക്കത്തില്ല, വലുത് തന്നെ വേണം. തീർച്ചയായിട്ടും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് വരുമ്പോൾ രണ്ടുപേരെ ഇഷ്ടങ്ങൾ തീർച്ചും രണ്ടായിരിക്കും അല്ലേ. ഭർത്താവിന് ചിലപ്പോൾ വലിയ റൂമുകൾ വേണമെന്നുണ്ടാവില്ല, ചെറിയ റൂമുകളൊക്കെ മതിയാവും. പക്ഷേ കാർ പാർക്കിംഗ് ചിലപ്പോൾ ഭർത്താവിന് ചിലപ്പോൾ കൂടുതൽ വേണം, കാരണം 1-2 വണ്ടികളൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഭാര്യയ്ക്കാണ് അടുക്കളയുടെ വലുപ്പം ഒരു കാരണവശാലും കുറയാൻ പാടില്ല, വലിയ വലുപ്പം വേണം, വലിയ അടുക്കള വേണം. പിന്നെ അടുക്കളയുടെ പുറകിലുള്ള സ്പേസുകൾ കൂടുതലായിരിക്കണം. അതേപോലെ മറ്റ് പല കാര്യങ്ങളിലുമായിരിക്കും അവരുടെ ശ്രദ്ധ. അതേപോലെ തന്നെ ഇന്റീരിയർ വർക്കുകളുടെ കാര്യത്തിലായിരിക്കും, മോടി കൂട്ടുന്ന കാര്യത്തിലും. പക്ഷെ ഭർത്താവിന് നേരെ തിരിച്ചായിരിക്കും, ഹോം തിയേറ്റർ വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള. എന്തായാലും ഈ രണ്ടുപേരെയും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു കോൺവെർസേഷൻ വളരെ രസമായിരിക്കും കേൾക്കാനായിട്ട്. നിങ്ങളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള കോൺവെർസേഷൻ നടക്കുന്നുണ്ടോ പുതിയൊരു വീടിനെ പറ്റി? തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിക്കുന്നുണ്ട് കേട്ടോ, പുതിയ വീട് വാങ്ങിക്കാനായിട്ടും വെക്കാനായിട്ടൊക്കെ. അപ്പോൾ സ്റ്റാർഡിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്റ്റാർഡിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തീർച്ചയായും വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും അറിയണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ലക്ഷറി വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ, വാ. 15 സെന്റിനകത്തായിട്ട് 4382 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ ഒരു വീടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വീട് ഉള്ള സ്ഥലം ഏതാണെന്ന് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ് കേട്ടോ. ആലുവയിൽ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആലുവയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആലുവ ടൗണിലേക്കുള്ള ദൂരം 1 കിലോമീറ്റർ താഴെ മാത്രമാണ്. അത്ര പെട്ടെന്ന് നമുക്ക് ആലുവ ടൗണിലേക്ക് എത്താനായിട്ട് പറ്റും. ഏകദേശം 1 കിലോമീറ്റർ കൊണ്ട് തന്നെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും മെട്രോ സ്റ്റേഷനിലേക്കും മറ്റോ ഈസി ആയിട്ട് എത്താൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പുറകെ കാണുന്ന ഈ വീടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വീടിന്റെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ടാർ റോഡാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇതാണ് വഴി വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വീടിന്റെ ഗേറ്റും മതിലും ഒക്കെ നോക്കാം. അപ്പോൾ മതിലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ വർക്ക്, ഒരു ഇഷ്ടികയുടെ ഡിസൈൻ വർക്ക് നമുക്ക് മതിൽ കാണാൻ പറ്റും. ടൈൽ ഡിസൈൻ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ജസ്റ്റ് മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ MS-ന്റെ ഷീറ്റിനകത്ത് ജസ്റ്റ് ഒരു CNC കട്ടിങ് ഡിസൈൻ വർക്ക് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് നടന്ന് കയറുവാൻ വേണ്ടിയിട്ട് ഒരു ഗേറ്റിനെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വലിയ ഒരു ഗേറ്റിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഗേറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ MS-ന്റെ ഷീറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു മരത്തിന് 2 വടവൃക്ഷങ്ങളുടെ ഡിസൈൻസ് CNC കട്ടിങ്ങിൽ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗേറ്റിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ റിമോട്ടിലാണ് ഈ ഒരു ഗേറ്റ് ഓപ്പൺ ആക്കുന്നത് കേട്ടോ. അതിന് റിമോട്ട് ഫെസിലിറ്റിയും അതിന്റെ ഓട്ടോമേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീടിന്റെ ആ ഒരു ഭംഗി തീർച്ചയായിട്ടും ഇപ്പോഴാണ് ആസ്വദിക്കാൻ പറ്റുക. ഇതിന്റെ ആ ഒരു ഫ്രണ്ട് എലിവേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ വിശാലമായ മുറ്റം കിട്ടുന്ന നല്ല വലിയൊരു സ്പേസ് ആണ്. അപ്പോൾ ഈ ഒരു വീട് നോക്കി, ഫ്രണ്ട് ഒരു ബോക്സി ഡിസൈൻ ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ആ ഒരു ഫ്രണ്ടിന്റെ മതിലിൽ നമ്മൾ കണ്ട മാതിരിയുള്ള ആ ഒരു ടൈലിന്റെ ഡിസൈൻ വർക്കുകൾ ആ ഒരു 2 വശങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം LED ലൈറ്റുകൾ, ഒരുപാട് LED ലൈറ്റുകളുടെ വർക്കൊന്നും നമുക്ക് കാണാനില്ല. അതേപോലെ തന്നെ 2-way LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു വാം കളറിലുള്ള LED ലൈറ്റുകൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി വീടിന്റെ കോമ്പൗണ്ടിന്റെ കാര്യം നോക്കാം. അപ്പോൾ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് പ്ലാസ്റ്റിക്കിന്റെ പുല്ലുകളാണ് ഈ ഒരു ഭാഗം ഇത്രയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തോരം സ്പേസ് ഉണ്ടെന്ന് നോക്കിയും, എത്രത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും, എന്തോരം വലിയ ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും, അതിനൊക്കെ പറ്റിയ ധാരാളം സ്പേസ് ഈ ഒരു മുറ്റത്തിന് നമുക്ക് കിട്ടുകയാണ്. ഇവിടെയായിട്ട് കുറച്ച് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ആ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മതിലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4-way LED ലൈറ്റുകൾ മതിലിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള LED വർക്കുകൾ പോയിരിക്കുന്നു. ഈ മതിലിനോട് ചേർന്നുകൊണ്ട് വലിയ ഉരുളൻ കല്ലുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം
ഇത്രയും വലിയ സ്പേസ് ഒക്കെ വേണം. ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു കണക്ക് കാറ് പാർക്ക് ചെയ്യാനായിട്ട് വലിയ സ്ഥലം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയേറെ സ്പേസ് മതിയാവും അല്ലെ. എത്ര വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ദാ ഇവിടെയായിട്ടാണ് കിണറിന്റെ സ്ഥാനം. ഒരു മരക്കുറ്റിയുടെ ഡിസൈനിലാണ് ഈ ഒരു കിണറിനെ കൊടുത്തിരിക്കുന്നത്. വലിയ ഒരു കിണറാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ KW വാട്ടർ കണക്ഷൻ തൊട്ട് ഫ്രണ്ടിൽ തന്നെ മെയിൻ റോഡിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള സംവിധാനം മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു വശത്തേക്ക് നമുക്ക് നടന്നു നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീടും ചുറ്റുമതിലുമായിട്ട് ഏകദേശം ഇത്രത്തോളം സ്ഥലം സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്, ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഇനി ഇവിടുന്നേക്ക് അങ്ങോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവിടം വരെ ബാംഗ്ലൂർ സ്റ്റോൺസ് വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ഭാഗം ഇന്റർലോക്ക് ബ്രിക്സ് ഇട്ട് മാറുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ചെറിയ ബേബി മെറ്റൽസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് നമ്മളുടെ മീറ്റർ ബോക്സിന്റെ സ്ഥാനം വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ ഇത്രയേറെ സ്പേസ് ഈ ഭാഗങ്ങളിലായിട്ടെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല സ്ഥല സൗകര്യം വീടിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് മറു സൈഡിലേക്ക് നോക്കാം. ആ സൈഡിലും ഇതിന് സമാനമായ തരത്തിൽ തന്നെ അത്ര രീതിയിൽ തന്നെ ഇവിടെയും നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ സ്ഥല സൗകര്യം കാണാൻ പറ്റും കേട്ടോ. സത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ചുറ്റുപാടും നമുക്ക് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റണം. തീർച്ചയായിട്ടും 1-2 പേർക്ക് സുഖമായിട്ട് നടന്നു പോകാൻ കഴിഞ്ഞാൽ അത്രയേറെ നല്ലത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല സ്പേസ് ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പൂർണ്ണമായിട്ടും ഈ ഒരു ഭാഗം അങ്ങ് പിറകുവശം വരെയും ഇന്റർലോക്കാണ് ഇവർ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കാർ പോർച്ചിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് കാർ പോർച്ചിന്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ കാർ പോർച്ച് നമ്മൾ കയറി വന്നപ്പോൾ തന്നെ കണ്ടു കാണും, വലിയ കാർ പോർച്ചാണ്. സുഖമായിട്ടും വലിയ 2 എക്സിക്യൂട്ടീവ് സെഡാൻ വാഹനങ്ങൾ സുഖമായിട്ടും ഇതിനകത്ത് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്രക്കേറെ സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഡിഫൻഡറോ ഒരു S-ക്ലാസ് ബെൻസോ സുഖമായിട്ട് രണ്ടുകൂടെ ഒരുമിച്ച് വേണമെങ്കിൽ ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും. അത്രയേറെ സ്പേസ് ഈ ഒരു കാർ പോർച്ചിനുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്ഥല സൗകര്യം ഈ ഒരു കാർ പോർച്ചിനുള്ളിൽ കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ ക്ലാഡിംഗ് ടൈലുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബോർഡർ മറ്റൊക്കെ നോക്കിയാൽ ഇവിടെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തെ നമുക്ക് കണക്കൊക്കെ വേണം, എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ കുറച്ചൊക്കെ ഇരിക്കാം. അത്തരത്തിലുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലായിട്ടും ഒരു സീലിംഗ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാർ പോർച്ച്. പക്ഷെ നമുക്ക് വലിയ ഡിസൈൻ വർക്കുകളൊന്നുമല്ല, സിമ്പിൾ ഡിസൈൻ ആണ്. അതിനകത്തൊക്കെ LED ലൈറ്റുകളെയും കൊടുത്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മളുടെ സിറ്റ് ഔട്ടിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട്. അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് ഈ ഒരു ഭാഗത്തൂടെയാണ് ഇങ്ങനെയായിട്ടാണ് ആ ഒരു എൻട്രൻസ് വരിക. അപ്പോൾ സിറ്റ് ഔട്ടിലും ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തടികളുടെ കാര്യം പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തേക്കാണ്. മരങ്ങൾ മൊത്തം തേക്കാണ് കൊടുത്തേക്കുന്നത്. തേക്കല്ലാതെ മറ്റൊരു മരം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല, പൂർണ്ണമായിട്ടും തേക്കാണ്. അപ്പം ഇനി ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കാർ പോർച്ചിൽ കണ്ടതിന്റെ ബാക്കിയായിട്ടുള്ള ഒരു ചെറിയ സീലിംഗ് വർക്കിന് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അവിടെ ഒരു 3 ലീഫിന്റെ കുഞ്ഞ് ഫാൻ ഉണ്ട്. അതുപോലും BLDC ഫാനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മെയിൻ ഡോർ നോക്കാം. മെയിൻ ഡോർ ഞാൻ നേരത്തെ പറഞ്ഞ തേക്ക് തന്നെയാണ്. ആ ഡിസൈൻ നോക്കിയേ, വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു മെയിൻ ഡോറിന് കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഡോർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ മെയിൻ ഡോർ തുറന്നുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നേരെ കയറി വരുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ഫോമൽ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഫോമൽ ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ധാരാളം വെന്റിലേഷൻസ് കിട്ടുന്നുണ്ട്. അതായത് ജനാലകളുടെ ഒരു എന്താ വലിയൊരു സംഗമം തന്നെയാണ് ഈ ഒരു ഭാഗം. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു 3 പാളിയുടെ ജനാല ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് 3 പാളിയുടെ ജനാല നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ 2 പാളികളുടെ ഫ്രഞ്ച് വിൻഡോ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് ഡബിൾ ഹൈറ്റ് വരുന്ന സ്പേസാണ്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് നോക്കി അവിടെയും നമുക്ക് ജനാലകൾ വെന്റിലേഷൻസ് നമുക്ക് ആ ഭാഗങ്ങളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ഭാഗമായതുകൊണ്ടും ഇത്രയും ജനാലകൾ ഉണ്ടായതുകൊണ്ടും തന്നെ ഈ ഒരു ഏരിയ കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വലിയ കോർണർ സെറ്റുകളോ അല്ലെങ്കിൽ വലിയ യു ഷേപ്പിലുള്ള സെറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നോക്കിയേ, കജാരിയ അതേപോലെ തന്നെ ടോട്ടോ കുറക്ക് ഒരുപാട് കമ്പനികളുടെ ബ്രാൻഡായുള്ള കമ്പനികളുടെ ടൈലുകൾ ബാത്റൂമിലേക്കും മറ്റു ഭാഗങ്ങളിലും എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഇതിനകത്ത് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ ടൈലുകളെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതൊരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നേരെ സീലിംഗിലേക്ക് നമ്മൾ നോക്കിയേ, സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കൊടുത്തിരിക്കുന്ന ആ ഒരു വലിയ ലൈറ്റ് നോക്കിയാൽ ഹാങ് ലൈറ്റ്, ആ റിങ് ആയിട്ട് കിടക്കുന്നത് എന്ത് രസമാണ് അല്ലേ. പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കേട്ടോ അതിനുള്ളിൽ, നല്ല രസമാണ്. അതിന് ഏറ്റവും കൂടുതൽ സീലിംഗിൽ കൊടുത്ത് നോക്കിയേ, ആ പ്രൊഫൈൽ ലൈറ്റുകളും സീലിംഗ് ലൈറ്റുകളും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സീലിംഗ്, ആ ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ആ ഒരു സീലിംഗിനെ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് മാറാം. ഡൈനിങ് ഏരിയയിലേക്ക് മാറുന്നതിന് മുമ്പ് ഇതൊരു ഫോമൽ ലിവിംഗ് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സ്പേസ് ആണ്. ഇനി നമുക്കൊരു ഫാമിലി ലിവിംഗ് ആയിട്ട് വേണമെങ്കിൽ ഒരു ലിവിംഗ് സ്പേസ് കൂടെ വേണമെങ്കിൽ ആ ഒരു ലിവിംഗ് സ്പേസിലേക്ക് നമുക്ക് കിടക്കാം. ഇതുവരെ അല്ല ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ആദ്യം കണ്ട ഭാഗത്ത് തീർച്ചയായും ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ അവിടെ ഇരുത്തി നമുക്ക് സംസാരിക്കാം. ഇനി തികച്ചും നമുക്ക് പ്രൈവസി ഒക്കെ തരുന്ന തരത്തിലുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണെങ്കിൽ അതിനായിട്ട് സെപ്പറേറ്റ് വേറൊരു ലിവിംഗ് സ്പേസിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതൊരു വാൾ സ്റ്റിക്കർ വർക്ക്, ഈ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ
ഡിസൈനിൽ വാൾ സ്റ്റിക്കർ വർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് സ്ലോട്ട്സുകൾ കൊടുത്തേക്കുന്നതാണ്. നമുക്ക് ഇൻഡോർ പ്ലാന്റുകളോ അല്ലെങ്കിൽ മറ്റു കരകൗശല വസ്തുക്കളോ ഒക്കെ വേണമെങ്കിൽ വെക്കാനായിട്ടുള്ള സ്പേസിനെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇവിടെയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഈ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ജനാലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുവഴിയായിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് കടന്നു വന്നത്. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് പാളികളുടെ ജനാല, ഈ ഒരു വശത്ത് സ്റ്റെയർ ആണ് കേട്ടോ. അതാ നോക്കിയേ, ഇവിടെയായിട്ടാണ് സ്റ്റെയറിന്റെ സ്ഥാനം വരുന്നത്. സ്റ്റെയറിന് കീഴിലായിട്ട് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീട് മൊത്തം CCTV സർവൈലൻസിലാണ്. നമുക്ക് ഇവിടെയായിട്ട് 6 ക്യാമറകളാണ് വീടിന്റെ അതായത് പുറകുവശം പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ക്യാമറകളും അതിന്റെ റാക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും സെക്യൂരിറ്റിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ ഗേറ്റ് തുറക്കുന്ന സമയത്ത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇവിടെ വീഡിയോ ഡോറും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇൻഡോർ ഉള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം, പുറത്തെ ക്യാമറ കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനിതാ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് DB യുടെ സ്ഥാനം വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെഗ്രാൻഡിന്റെയാണ് DB വരുന്നത്. 3 ഫേസ് കണക്ഷനാണ് ഇവിടെ വരുന്നത്. ജിഎമ്മിന്റെയും മറ്റുമൊക്കെയാണ് ഈ കാണുന്ന ബ്രേക്കേഴ്സ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഫ്ലോറിലെ ടൈലുകൾ നോക്കിയേ, നമ്മൾ നേരത്തെ ആ ഒരു ഫോമൽ ലിവിംഗിൽ കണ്ട അതേപോലെയുള്ള വലിയ ടൈലുകളെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സീലിംഗിലേക്ക് നോക്കിയേ, വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ആ സീലിംഗ് വർക്കാണ് കേട്ടോ. നല്ല സിമ്പിൾ, ഇതിന് ഒത്ത നടുക്കായിട്ട് വലിയൊരു ഷാങ്ക് ഒരു BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞൊരു ഷാങ്ക് ലൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, എന്ത് രസമുള്ള ലൈറ്റ് ആണെന്നല്ലേ. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ലൈറ്റിനെ അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്ക് മാറുകയാണ് കേട്ടോ. അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് മാറുമ്പോൾ ഈ ഒരു ഭാഗത്തൊരു പാർട്ടീഷൻ വർക്കുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല CNC കട്ടിങ്ങുള്ള ഡിസൈൻ വർക്കുകൾ കാണാം. അതിനുള്ളിലൊക്കെ LED ലൈറ്റുകൾ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. നമ്മുടെ വിശാലമായ ഡൈനിങ് ഏരിയ അങ്ങനെ തന്നെ വേണം പറയാൻ കേട്ടോ. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നോക്കിയേ, എന്തോരം സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന്. ഇവിടെ ആയിട്ട് നോക്കിയാൽ 4 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചന്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ട് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റിക്ക് വേണ്ടി ആ വീഡിയോ റൂമിന്റെ സംവിധാനം വെക്കില്ലേ, അതിനായിട്ട് ഹൈറ്റ് വിഷന്റെ ആണ് കേട്ടോ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്കറിയാം. നോക്കിയേ, ഇവിടെ കൃത്യമായിട്ടും ഗേറ്റിന്റെ ഫ്രണ്ട് കൃത്യമായിട്ടും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആരെങ്കിലും വന്ന് അവിടുന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഗേറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസും മറ്റുമൊക്കെ ഈ ഒരു വീടിനകത്ത് കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇവിടെയായിട്ട് നമ്മുടെ TV യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കുകയാണ്. ഡൈനിങ് ഏരിയയോട് ചേർത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു TV യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ചെറിയൊരു ഫാമിലി ലിവിംഗ് കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. 8 10 ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ള വലിയ ഡൈനിങ് ടേബിൾ തന്നെ നമുക്ക് വിടാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു TV യൂണിറ്റ് ഏരിയ ചെയ്തേക്ക് നോക്കിയാൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയ ചെയ്തതിനകത്തൊക്കെ സ്ട്രിപ്പ് ലൈറ്റുകളെ കൊടുത്ത് സ്പോട്ട് ലൈറ്റുകളെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. താഴത്തേക്ക് നോക്കിയാൽ ധാരാളം സ്റ്റോറേജ് സ്പേസും താഴ്വശത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മുടെ വാഷ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തേക്കുന്നത്. വാവ്, എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലെ. ഈ ഒരു ടോപ്പൊക്കെ നോക്കിയേ. അതേപോലെ തന്നെ ഇവിടെ ജാഗൂറിന്റെയാണ് ഈ ഒരു ബേസും വരുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ മിറർ നോക്കി, എന്താ ഡിസൈൻ അല്ലേ, നല്ല ഭംഗിയുള്ള ഡിസൈൻ. അതുപോലെ തന്നെ അതിന്റെ ബാക്ക്ഡ്രോപ്പിലായിട്ട് LED ലൈറ്റുകൾ, മുകളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ അവിടെ. ഇനി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ നമുക്ക് അത്തരത്തിലുള്ള സ്റ്റോറേജ് സ്പേസിനെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മളുടെ ഡൈനിങ് ഏരിയയിലെ ഈ ഒരു ഭാഗത്തെ ടൈലുകൾ നോക്കി, സെയിം നേരത്തെ കണ്ട ആ ഒരു ഫോമൽ ലിവിംഗ് ഏരിയയിലെയും അല്ലെ ആ ഭാഗങ്ങളിലും ഒക്കെ കണ്ട അതേ ടൈലുകൾ തന്നെ. ഇനി സീലിംഗിലേക്ക് നോക്കിയേ. അപ്പോൾ ആ ഒരു സീലിംഗ് വർക്കുകൾ നല്ല രസമുണ്ടല്ലേ, വളരെ ഭംഗിയായിട്ട് തന്നെയാണ്. ഒരുപാട് വലിയ ഡിസൈൻ ഒന്നും പറയാൻ അല്ലെ അവകാശപ്പെടുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് പക്ഷെ വളരെ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു. എല്ലായിടത്തും BLDC ഫാൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്ക് കയറാം. ഇവിടെയായിട്ട് നല്ലൊരു സെർവ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. നാനോവൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് നോക്കിക്കേ, നല്ല 3 ഹാങ്ങിങ് ലൈറ്റ്സിനെ ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അടുക്കളയിലേക്ക് കയറുമ്പോൾ ഇവിടെ സാധാരണ ഇതിൽ അടുക്കളയിലേക്ക് കയറുമ്പോൾ ഇത്രയും വലിയ ഓപ്പണിംഗ് ഒന്നും കിട്ടാറില്ല. ഇവിടെ നല്ല വലിയ ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യത്തെ കാര്യം വ്യത്യാസം, ടൈലുകളുടെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ പരിക്കാനുള്ള എങ്കിൽ വളരെ വ്യത്യസ്തമായ വളരെ ഭംഗിയുള്ള ഒരു ടൈൽ വർക്ക് ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാം. അടുക്കളയ്ക്കുള്ളിൽ നോക്കിയേ, നല്ല വിശാലമായ നല്ല സ്പേഷ്യസ് ആയ അടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും L ഷേപ്പിലെ ടോപ്പാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സിങ്കിന്റെ സ്ഥാനം വരുന്നുണ്ട്. ജാഗൂറിന്റെ ആണ് ഈ ഒരു ഫിറ്റിംഗ്സും മറ്റുമൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. WPC മെറ്റീരിയലും അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് കൊണ്ടൊക്കെ വെച്ചിട്ടാണ് ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ കബോർഡ്. ഇത് ഗ്ലാസ് ആണ് കേട്ടോ, ഈ വൈറ്റ് നിറത്തിൽ കാണുന്നത് ഇത് ഗ്ലാസ് ആണ്. ഇതിനുള്ളിലാണ് WPC മെറ്റീരിയൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിൽസ് വിത്ത് അതേപോലെ തന്നെ സോഫ്റ്റ് ക്ലോസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു എടുത്ത് വേണം. താഴത്തായിട്ട് ഓക്കെ എന്താ സോഫ്റ്റ് ക്ലോസർ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫേബറിന്റെ ആണ് ഇവിടെ ഇലക്ട്രിക് ഷിമിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലകൾ നമുക്ക് കാണാനായിട്ട് പറ്റും.
അതേപോലെ തന്നെ ആവശ്യത്തിന് സ്വിച്ച് പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന് കുറെ സേഫ്റ്റിയുടെയും സെക്യൂരിറ്റിയുടെയും കാര്യത്തിൽ കുറച്ചുകൂടെ പ്രാധാന്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഗ്യാസ് വല്ലതും ലീക്ക് ആകുകയാണെങ്കിൽ അറിയാനുള്ള ഫെസിലിറ്റി അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വീടിന്റെ പുറത്തേക്ക് തുറക്കുന്ന എല്ലാ ഡോറുകളിലും സെക്യൂരിറ്റി സിസ്റ്റംസും മറ്റു കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഡോറുകൾ തുറന്നു കഴിഞ്ഞാൽ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ അറിയാനായിട്ട് പറ്റും. അത് ഞാൻ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയായിട്ട് എല്ലാം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ഇനി വാട്ടർ പ്യൂരിഫയർ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് വെക്കാൻ പറ്റും. അതിനുള്ള സൗകര്യം അവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് നോക്കിയാൽ ഒരു സീലിംഗ് വർക്ക് പോയിരിക്കുന്ന കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കിനെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആണ് കേട്ടോ, സിമ്പിൾ ഡിസൈൻ ആണ് ആ ഒരു സീലിംഗ് വർക്ക്. അവിടെയും ഒരു BLDCയുടെ ഫാനിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി മിക്കവാറും ഉള്ള എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമായിരിക്കും അടുക്കളയ്ക്കുള്ളിൽ ഒരു സ്റ്റോർ റൂം എന്നുള്ള കാര്യം. തീർച്ചയായും ഒരു ആഗ്രഹം മാത്രമല്ല, അനിവാര്യമാണ്. അങ്ങനെ ഒരു സ്റ്റോർ റൂമിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 തട്ടുകളാണ്, ഒരുപാട് വലിയ റൂമല്ല, പക്ഷെ തീർച്ചയായിട്ടും സൗകര്യങ്ങൾ ആവശ്യാനുസരണം ഉണ്ട് കേട്ടോ. 3 തട്ടുകളായിട്ടാണ് അതിനെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട അരി, പലവ്യഞ്ജന സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് പോകാം. അതിനുമുമ്പ് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കണ്ടേ. ഇവിടെയായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഭാഗത്തുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് കിച്ചണിലേക്ക് വരാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കിച്ചൺ എങ്ങനെയാണോ അതേപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഒരു കിച്ചണിനെ തന്നെയാണ് ഇവിടെയും ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയും എൽ ഷേപ്പിലെ ടോപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലയാണ്. ഈ ഒരു വൈറ്റും ഗ്രേയും കൂടെ ഒരു കളർ കോമ്പിനേഷൻ വളരെ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ടും കൊടുത്തിട്ടുണ്ട് 3 പാളികളുടെ ജനാല. ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഫേബറിന്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി. ഈ ഒരു ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകൾ നമ്മൾ അപ്പുറത്ത് എന്താണോ കണ്ടത് അതേമാതിരിയുള്ള നല്ല കബോർഡ് വർക്കുകളെ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഡ്രോളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ വിശാലമായി തന്നെയാണ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഫ്ലോറിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ സെയിം അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകൾ പോയിരിക്കും നമുക്ക് കാണാൻ പറ്റും. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡിഷ് വാഷർ വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറുകളിലെല്ലാം ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് എന്തായാലും വളരെ നല്ല കാര്യം തന്നെയാണ്, ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസും മറ്റുമൊക്കെ. അപ്പോൾ ഈ ഒരു ഡോർ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് കേട്ടോ. വർക്ക് ഏരിയ സാധാരണ നമ്മൾ കാണുന്ന വലിയൊരു വർക്ക് ഏരിയ സ്പേസിനെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കാണാൻ പറ്റും. ഇവിടെ പിന്നെ ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്തെടുത്തേക്കാണ്. സാധാരണ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വെക്കുന്ന വീട് പോലെ തന്നെയാണ് ഇതിനകത്ത് പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ വിൽക്കാനായിട്ട് പണിയുന്ന വീടുകളിലൊക്കെ കാണുന്ന പോലുള്ള ഒരു സെറ്റപ്പേ അല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. അത് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പണിതിരിക്കുന്നത്. ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അടുക്കളമുറ്റമായി. അടുക്കളമുറ്റം നോക്കിയേ, നല്ല വിശാലമായ അടുക്കളമുറ്റമാണ്. 15 സെന്റിനകത്തായിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള സ്പേസ് എന്തായാലും ഇവിടെ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് എല്ലാം കൃത്യമായിട്ടും ആ ഒരു മെറ്റലുകളെ അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അതിനുള്ള സ്പേസുകളെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ വെക്കാനായിട്ടുള്ള ഒരു ഭാഗം അല്ലെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയായിട്ടാണ് ആ ഒരു ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഒരു സ്പേസിനെ കൊടുത്തിരിക്കുന്നത്. അതിനൊരു പുറത്തൊരു കൂടും മറ്റു കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും സേഫ് ആണ്. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ മറ്റൊക്കെ പുറത്ത് വെച്ച് ആണ് ഉപയോഗിക്കാറ്. വീടിന്റെ ഉള്ളിലേക്ക് വളരെ പുതിയതായിട്ട് വെക്കുന്ന ആളുകളൊക്കെ വളരെ കുറച്ചായിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറി തോട്ടമോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ഇപ്പോൾ വേസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ബയോ വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ CCTV ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടിന്റെ പുറവശത്ത് എല്ലായിടത്തും ഇതേപോലെ CCTV ക്യാമറാസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ വീടിന്റെ മുൻഭാഗത്തേക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ല ഫുള്ളായിട്ടും ഇന്റർലോക്ക് ബ്രിക്സ് ഇട്ടേക്കുന്ന ഭാഗം അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിന്റെ ബെഡ്റൂമുകളാണ്. അപ്പോൾ ഈ വീടിന് താഴത്തെ നിലയിൽ മൊത്തം 3 ബെഡ്റൂമുകളെയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. ബാക്കി റൂമുകളെല്ലാം മുകളിലത്തെ നിലയിലായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഈ വീട് ഒരു ലക്ഷറി വീട് എന്ന് തന്നെ നമുക്ക് പറയാം. തികച്ചും അക്ഷരം തെറ്റാതെ നമുക്ക് നല്ലൊരു ലക്ഷറി വീട് എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു ഭാഗത്തല്ലേ എറണാകുളത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ആലുവ ഭാഗമല്ലേ എയർപോർട്ടിന്റെ ഒക്കെ ഈ ഒരു ഭാഗത്ത് ഇത്രയും ലക്ഷറി വീടുകളൊന്നും പുതിയത് ഉണ്ടാവില്ല. കാരണം പുതിയത് അങ്ങനെയൊന്നും പണിയാറില്ല. കാരണം ഈ ഒരു ബിൽഡർ മാത്രമേ പണിത് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം എടുത്ത് നോക്കിയാലും പുതിയ ഇത്തരത്തിലുള്ള ലക്ഷറി അത് ഇത്രയും ഏരിയയിൽ ഉണ്ടാവുന്ന കാര്യം വളരെ വിരളമാണ്. അപ്പോൾ നമുക്ക് ബെഡ്റൂമുകളിലേക്ക് കയറി തുടങ്ങിയാലോ. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു ലിവിംഗിൽ നിന്ന് കയറി വരുന്ന ഭാഗത്തായിട്ട് ഡൈനിങ്ങിലേക്കുള്ള ഈ ഒരു പാസയിൽ ഈ കാണുന്നത് ആദ്യത്തെ റൂം. അപ്പോൾ വേറെ കാര്യം എടുത്ത് പറയാം, ഇത് തടി കൊണ്ടുള്ള ഡോറ് തന്നെ, റെഡിമെയ്ഡ് ഡോറുകളൊന്നുമല്ല. അതും ഈ ഡോറ് തേക്കിന്റെ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡോറാണ്. വാവ്, നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം കേട്ടോ. ആദ്യത്തെ ബെഡ്റൂം തന്നെ നല്ല വലിയ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കിയാലോ.
വീതിയുടെ കാര്യം പറയുകയാണെങ്കിൽ 13.42 സ്ക്വയർ ഫീറ്റ് ആണ് വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 14.50 സ്ക്വയർ ഫീറ്റും ഏകദേശം 194.55 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം എന്ന് പറയുന്നത്. 194.55 സ്ക്വയർ ഫീറ്റ്. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 18.074 മീറ്റർ സ്ക്വയർ, 18.074 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. നല്ല വലിയ ബെഡ്റൂമാണ് കേട്ടോ. നോക്കി എന്തോരം വലുപ്പമാണ് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഈ വീടിന്റെ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ജനാലയാണ്. ഇവിടെ ആയിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാല കാണാം. ഇവിടെ ആയിട്ട് ടി വി യൂണിനുള്ള സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു വാൾ സ്റ്റിക്കർ വർക്ക് നമുക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു ഭിത്തി മുഴുവനായിട്ടും ആ ഒരു വാൾ സ്റ്റിക്കർ വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആയിട്ട് നമ്മുടെ ബെഡ് സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. ബെഡ് സ്പേസ് ഇങ്ങനെയായിട്ടാണ്. നമുക്ക് വലിയ ഫാമിലി കോട്ട് കട്ടിൽ തന്നെ ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല സ്പേസ് ഇവിടെയുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നോക്കിയാൽ ഇവിടെ ആയിട്ട് വാർഡ്രോബുകളെ നമുക്ക് കാണാൻ പറ്റും. സ്ലൈഡിംഗ് ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സോഫ്റ്റ് ക്ലോസേഴ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ ഒരു ഡോറിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ധാരാളം അറകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നല്ല സ്ഥല സൗകര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നു. മുകളിലും സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. WPC മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഫ്ലോറിംഗിന്റെ ടൈലുകളിലേക്ക് നോക്കിയേ, ലിവിംഗിലും ഡൈനിങ്ങിലും ഒക്കെ കണ്ട സമാനമായ ടൈലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീലിംഗിലേക്ക് നോക്കിയേ, ഒരു കണ്ണിന്റെ ഡിസൈൻ അല്ലെ, ആ ഒരു ഡിസൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്നുള്ള കാര്യം കമന്റിൽ പറയാം. ഓട്ടോമാറ്റിക് ഒരു BLDC ഫാൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാം കളർ ടോൺ ലൈറ്റ് ആണ് മൊത്തത്തിൽ ഈ ഒരു വീടിനകത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ഇതിനകത്ത് ബാത്ത് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിരിക്കും. നമുക്ക് കാണാം ഗ്ലാസ് പാർട്ടീഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. ഇവിടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം ആ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയേ, ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ. ജാഗ്വറിന്റെയാണ് ഫിറ്റിംഗ്സ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് ഹീറ്ററിനുള്ള പോയിന്റ് അവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഏറ്റവും മുകളിലായിട്ട് സീലിംഗിൽ നിന്ന് വരുന്ന തരത്തിൽ തന്നെയാണ് ആ ഒരു റെയിൻ ഷവറിനെ കൊടുത്തിരിക്കുന്നത്. എന്ത് വലിയ റെയിൻ ഷവർ ആണെന്ന് നോക്കിയാലേ, അല്ല വലിയ റെയിൻ ഷവർ. ഇവിടെ ആയിട്ട് നമ്മുടെ എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സീലിംഗിൽ തന്നെ മുകളിലായിട്ടാണ് നമുക്ക് എക്സോസ്റ്റ് ഫാനെ ക്രമീകരിച്ച ഡ്യൂട്ടോന്റെ ആണ് ഈ ഒരു ഫാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെൻട്രലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരുന്നത്. ജാഗ്വറിന്റെ വാൾ മൗണ്ടായുള്ള ക്ലോസറ്റ് യൂണിറ്റ് ആണ് ഇവിടെ നമുക്ക് വരുന്നത്. അപ്പൊ അത് നോക്കി ഫുള്ള് ജാഗ്വറിന്റെയാണ് ഫിറ്റിംഗ്സ്. ഇനി ഇങ്ങേറ്റതായിട്ട് നമ്മുടെ വാഷ് ബേസിൻ. അപ്പോൾ ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റിന്റെയാണ്, ജാഗ്വറിന്റെയാണ് ബേസിൻ വരുന്നത്. നേരെ മുകളിലായിട്ട് മിററും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ LED ലൈറ്റും കൊടുത്തിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ വലിയ ബാത്റൂം തന്നെയാണ്. എന്തായാലും ബെഡ്റൂം വലുതാകുമ്പോൾ തീർച്ചയായിട്ടും ബാത്റൂം വലുതാകണമല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ റൂമിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നിന്നാണ് കയറി ഉള്ളിലേക്ക് വരുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന എൻട്രൻസ് ആണ്. അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോർ വന്ന് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ആദ്യത്തെ റൂമിന്റെ അത്രയും വലിപ്പം എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് നീളവും വീതിയും കൃത്യമായിട്ടും ഒന്ന് നോക്കിയേക്കാം. ഏകദേശം 12.54 അടിയാണ് ഈ ഒരു റൂമിന്റെ നീളം വരുന്നത്. 11.58 അടിയാണ് വീതി വരുന്നത്. 145.22 സ്ക്വയർ ഫീറ്റ് ആണ്. 145.22 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 13.491 മീറ്റർ സ്ക്വയർ ആണ്. ഇതിനേക്കാൾ കുറച്ചും കൂടെ വലിപ്പമുണ്ട്, കാരണം അവിടെ ഒരു വാർഡ്രോബ് കൂടെ ഉണ്ട്. അപ്പൊ ആ ഒരു വാർഡ്രോബ് സ്പേസും കൂടെ ഇതിനകത്ത് വരും. അപ്പൊ കൃത്യമായിട്ട് സ്ക്വയർ ഫീറ്റ് ഇതിലും കൂടും കേട്ടോ. അപ്പൊ ഇവിടെ 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ബെഡ് സ്പേസ്. അവിടെയായിട്ട് നിങ്ങളുടെ ബെഡ് സ്വിച്ചുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ടിവിയുടെ യൂണിറ്റിലുള്ള TV വെക്കാനുള്ള സ്പേസും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫ്ലോറിലെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വളർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലായിട്ട് ആ സീലിംഗിലേക്ക് നോക്കിയാൽ ഒരു വാൾ സ്റ്റിക്കർ വർക്ക്, ആകാശവും മേഘങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഓട്ടോമാറ്റിക്കിന്റെ ഒരു BLDC ഫാൻ, സീലിംഗ് ഫാൻ ഉപയോഗിച്ചേക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് വാർഡ്രോബിനെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 2 വലിയ ഡോറുകളുള്ള വാർഡ്രോബിനെയാണ് ഇവിടെയും ഒരുക്കിയിരിക്കുന്നത്. വളരെ സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ വാർഡ്രോബിനെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. ഫൈബർ ഡോറുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ബാത്റൂം നോക്കിയും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഗ്ലാസിന്റെ സെപ്പറേഷൻ ഒക്കെ കൊടുത്തിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബാത്ത് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാഗ്വറിന്റെ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത്. ഫുൾ ഫിറ്റിംഗ്സ് ജാഗ്വറിന്റെ ആണ്. മുകളിലായിട്ട് ഹീറ്ററിനുള്ള പോയിന്റും അതേപോലെ തന്നെ അതായത് ആ റെയിൻ ഷവർ അവിടെ തന്നെ കൊടുത്തിരിക്കുന്നു. വലിയ റെയിൻ ഷവറിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ടൈലിന്റെ ഡിസൈൻ നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ. ഈ ഒരു ഡിസൈൻ കാണാനായിട്ട്, ആ ഒരു പാറ്റേൺ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ്. കാരണം ഇവിടെ ആയിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ലോസിന്റെ ഈ ഒരു ഭാഗങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ട് ആക്കാൻ പറ്റും. അവിടെയും ആ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാൾ മൗണ്ടൽ ക്ലോസറ്റ് ജാഗ്വറിന്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാട്ടർ ടാങ്ക് എല്ലാം കൺസീൽഡ് ആയിട്ട് ഉള്ളിലേക്ക് പോയിരിക്കുന്നു. പിന്നെ മുകളറ്റം വരെയും ആ ഒരു ടൈലിൽ ഒട്ടിച്ചിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ആയിട്ട് നമുക്ക് ടോപ്പ് ഗ്രാനൈറ്റും അതേപോലെ തന്നെ ഈ ഒരു ബേസൺ ജാഗ്വറിന്റെ ബേസൺ ആണ് കൊടുത്തിരിക്കുന്നത്. മിററും LED ലൈറ്റും ഇവിടെയും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു. ഇനി താഴത്തെ നിലയിൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നാൽ നമ്മുടെ ഇവിടെ ആ ഒരു നമ്മുടെ വാഷ് ഏരിയയുടെ തൊട്ട് ചേർന്ന് തന്നെ ഈ കാണുന്ന ഡോർ തുറന്ന് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. നല്ല സ്പേഷ്യസ് ആയ നമ്മുടെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. ഓക്കെ, എന്തോരം വലുപ്പമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളതെന്ന കാര്യം നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. 15.73 അടിയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ വീതി എന്ന് പറയുന്നത്. 16.27 അടിയാണ് നീളം. 255.85 സ്ക്വയർ ഫീറ്റ്, 255.85 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 23.769 മീറ്റർ സ്ക്വയർ, 23.769 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. ഇവിടെ നോക്കി 2 ഒറ്റപ്പാളികളുടെ ജനാല നമുക്ക് കാണാം. ഇവിടെ 2 സൈഡിലായിട്ട് ബെഡ് സ്വിച്ചുകൾ നമുക്ക് കാണാം. വലിയ കട്ടിലിടാനുള്ള സ്പേസ്, കട്ടിലിന്റെ ഹെഡ് സ്പേസിൽ നിന്ന് സീലിംഗ് വർക്ക് തുടർന്ന് മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. മുകളിലായിട്ട് ഒരു BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ സിമ്പിൾ സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമ്മുടെ വാർഡ്രോബ് വരുന്നുണ്ട്. നമുക്ക് വാർഡ്രോബ് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ സ്ലൈഡിംഗ് ഡോറുകളോട് കൂടിയ വാർഡ്രോബിനെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സോഫ്റ്റ് ക്ലോസ് ഇതിനും കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ TV വെക്കാനുള്ള സ്പേസ് ഇവിടെയായിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലായിടത്തും ഡോർ അലാറംസ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ആ അലാംസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിംഗ്സിനാണ് വർക്ക് ആവുന്നത്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം സിയോന്റെ സെക്യൂരിറ്റി സിസ്റ്റംസ് അഡീഷണൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂമിലേക്ക് കയറാം. ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ഫൈബർ ഡോറുകൾ തന്നെയാണ്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂം ആയതുകൊണ്ട് അധികം വലിപ്പം കൊടുത്തില്ല. നോർമൽ നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിന്റെ ഒക്കെ അതേ വലിപ്പം തന്നെയാണ്. ഇവിടെ ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ആ ഒരു ബാത്ത് ഏരിയ വരിക. ഗ്ലാസ് പാർട്ടീഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നു. വലിയ റെയിൻ ഷവർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിരിക്കുന്നു, നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ടൈലിന്റെ ഡിസൈൻസ് ഒക്കെ നോക്കി ആ ഒരു നോർമൽ നമ്മൾ കാണുന്ന ഡിസൈനിലല്ല, ക്രോസ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ആ ഒരു ഡിസൈൻ വർക്കുകൾ പോയിരിക്കുന്നത്. ഇവിടെ ഒരു ക്ലോസറ്റ് ഏരിയ വരുന്നു ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ വാൾ മൗണ്ടഡ് എല്ലായിടത്തും ഒരേ സെറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ജാഗോറിന്റെ തന്നെ. ഇങ്ങനെ അറ്റത്തായിട്ട് നമ്മുടെ വാഷ് ഏരിയ നമുക്ക് കാണാനായിട്ട് വരും. ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് ആണ്, ജാഗോറിന്റെ ആണ് ബേസ് വരുന്നത്. മിററും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഫുൾ ഒരു ഗ്രേ മൂഡാണ് കേട്ടോ ഈ ഒരു ബാത്റൂമിനകം വരുന്നത്. അപ്പോൾ നമ്മൾ താഴത്തെ ബെഡ്റൂമുകൾ ഇത്രയും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് നേരെ മുകളിലത്തെ നിലയിലേക്കാണ്. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് പോകാനായിട്ട് നമ്മൾ സ്റ്റെയർ കയറേണ്ടതുണ്ട്. സ്റ്റെയർ കയറേണ്ട ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരാം. നേരത്തെ പറഞ്ഞ ആ ഒരു ഫാമിലി ലിവിംഗ് ആയിട്ട് കൂട്ടാവുന്ന ഒരു സ്പേസിലേക്ക്, അല്ലെ സെക്കൻഡ് ലിവിംഗ് സ്പേസിലേക്ക് നമുക്ക് വരാം. ഇവിടെയായിട്ട് വന്നാൽ ഇവിടെയായിട്ടാണ് നമുക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. പടികൾ പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് ആണ്. വശങ്ങളിൽ അതേപോലെ തന്നെ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് ലാമ്പുകൾ കൊടുത്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ കൈവരികൾ പൂർണ്ണമായിട്ടും തേക്കിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർ കയറുമ്പോൾ തന്നെ ഇവിടെ മുകളിലേക്ക് നോക്കിയാൽ അവിടെ പർഗോള കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ റിങ്ങുകളായിട്ട് വരുന്ന ആ ഒരു ഹാങ്ങിങ് ലൈറ്റ്, നമ്മൾ നേരത്തെ ആ ഒരു ഫോമൽ ലിവിംഗിൽ കണ്ട അതേപോലുള്ള ലൈറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ വെച്ചിട്ട് ആ ഒരു സീലിംഗ് വർക്കിനെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഒരു ലോബി സ്പേസിലേക്കാണ്. അപ്പോൾ സാധാരണഗതിയിൽ ലിവിംഗ് സ്പേസിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു ലോബി സ്പേസിലേക്കാണ് നമ്മൾ എത്തപ്പെടുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് മുകളിലത്തെ DBയുടെ സ്ഥാനം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബോട്ടിൽ ആർട്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റിയ 2 സ്ലോട്ട്സുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടേക്ക് നോക്കിയാൽ ആ ഒരു കൈവരികൾ നമുക്ക് വന്ന് അവസാനിക്കുന്നതാണ്. അതൊരു ആർച്ച് ഷേപ്പിലാണ് വന്ന് അവസാനിക്കുന്നത്. ആ ഒരു ഡിസൈൻ വർക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ആ ഡബിൾ ഹൈറ്റ് ആയിട്ട് കണ്ട സ്പേസ് ഇല്ലേ, ആ ഒരു സ്പേസിലേക്കുള്ള ഒരു ഓപ്പണിംഗ് നോക്കിയാൽ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു CNC കട്ടിങ്ങിന്റെ ഡിസൈൻ വർക്കുകളൊക്കെ ഈ ഒരു ഡിസൈനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റെയർ കയറി വരുന്ന ഭാഗത്തായിട്ട് അവിടെ ഒരു 3 പാളികളുടെ ജനാലത ആ ഒരു ഭാഗത്തായിട്ടും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഓപ്പണിങ്സ് എല്ലാം ആ ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ വേണമെങ്കിൽ ഒരു സെറ്റ് ആക്കിയിട്ട് ഒരു വിശ്രമിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെയും നല്ല ഫാൻ, ഒരു V-ഗാർഡിന്റെ ഒരു ഫാൻ ഇവിടെ, V-ഗാർഡിന്റെ ഓട്ടോമാറ്റിക്കിന്റെ ഒരു BLDC ഫാൻ ഇവിടെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ചെറിയ ഒരു സ്പേസ്, ഒരു സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള സൗകര്യം ഇവിടെയും കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം ഹോം തിയേറ്റർ കാണോ ബെഡ്റൂം കാണോ? ഹോം തിയേറ്റർ കാണാം. വാ, ഇവിടെയായിട്ടാണ് നമ്മുടെ ഹോം തിയേറ്റർ കൊടുത്തേക്കുന്നത്. കയറി വാ. നിങ്ങളുടെ കലക്കൻ ഹോം തിയേറ്റർ നോക്കിക്കോ, എന്ത് വലിയ ഹോം തിയേറ്റർ ആണെന്ന് നോക്കി. അപ്പൊ നമുക്ക് ഈ ഹോം തിയേറ്ററിന്റെ സ്പേസ് കൂടെ അറിഞ്ഞാലോ. വീതി വരെ നമുക്ക് നോക്കാം. 12.58 അടിയാണ് വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ 17.99 ആണ്. 226.24 സ്ക്വയർ ഫീറ്റ് ആണ്. 226.24 സ്ക്വയർ ഫീറ്റ്. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞാൽ 21.018 മീറ്റർ സ്ക്വയർ ആണ്. 21.018 മീറ്റർ സ്ക്വയർ. ഇവിടെ 2 പാളികളുടെ ജനാലയുണ്ട്. നിങ്ങൾക്ക് ഹോം തിയേറ്റർ ആക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ കവർ ചെയ്ത് മറച്ചിറക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയായിട്ടാണ് സ്ക്രീൻ സ്പേസ് വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങളുടെ സ്ക്രീൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് മൊത്തത്തിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എല്ലാം
സ്ട്രിപ്പ് ലൈറ്റുകളും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇത് പ്രോപ്പർ ഹോം തിയേറ്റർ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൗണ്ട് പ്രൂഫും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ആ സമയത്ത് ഇതെല്ലാം മാറ്റേണ്ടിയിരിക്കുന്നു. ഇവിടെയും ടൈലുകളും ഫ്ലോറിങ്ങിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാം. അതല്ലെങ്കിൽ നിങ്ങളുടെ നോർമൽ ഒരു ലിവിംഗ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ എടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് മുകളിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഒന്ന് ഏറ്റവും വലിയൊരു ബെഡ്റൂമും ഒന്ന് അല്ലാത്ത ബെഡ്റൂമും. നോർമൽ നമ്മളിപ്പോൾ കണ്ട വലിപ്പമുള്ള ഒരു ബെഡ്റൂം. നമുക്ക് ആ ഒരു ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ഈ ബെഡ്റൂം നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല വലുപ്പമുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ആ ഒരു നോർമൽ എന്നങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും നീളവും വീതിയും നോക്കാം. 13.5 അടിയാണ് വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം പറഞ്ഞാൽ 14.54. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിന്റെ വലുപ്പം ഏകദേശം 195.63 സ്ക്വയർ ഫീറ്റ്, 195.63 സ്ക്വയർ ഫീറ്റ്. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 18.175 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലയുണ്ട്. ഇത് ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ജനാലയാണ്. ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങാം. ഇവിടെയായിട്ട് ബെഡ് സ്പേസ് ആണ് വരുന്നത്. അതിന്റെ ഇരുവശങ്ങളായിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാല. ഇവിടുന്ന് ബെഡിന്റെ ഹെഡ് സ്പേസിൽ നിന്ന് സീലിംഗ് വർക്കുകൾ തുടങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സർക്കിൾസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു BLDC ഫാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വലിയ ഫാമിലി കോട്ട് കട്ടിൽ തന്നെ ഇടാൻ പറ്റും. നല്ല സ്പേസ് ഉണ്ട്. ഈ ഒരു റൂമിന് ഇവര് വാർഡ്രോബും മറ്റു കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് TV വെക്കാനുള്ള അല്ലെ TV കൊണ്ടുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഫ്ലോറിലെല്ലാം സെയിം കളർ ടൈലുകൾ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഹോം തിയേറ്ററിൽ മാത്രമാണ് വ്യത്യസ്തമായ ഒരു കളർ ടൈലുകൾക്ക് നമ്മൾ കണ്ടത്. ബാത്റൂമിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ ഇവിടുത്തെ ബാത്റൂം നോക്കിയാൽ പക്ക ഒരു സ്ക്വയർ ഷേപ്പിലെ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഗ്ലാസ് പാർട്ടീഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ലാസ്റ്റ് പോർഷനൊക്കെ ഇവിടെ ആയിട്ട് ബാത്ത് ഏരിയ വരിക. ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സീലിംഗിനകത്ത് റെയിൻ ഷവർ വരുന്നത്. വലിയ റെയിൻ ഷവർ അല്ല താഴത്ത് കണ്ടത് വലിയ റെയിൻ ഷവർ ആയിരുന്നു. ഇവിടെ അത്രയും വലുതില്ല. ഹീറ്ററിന്റെ പോയിന്റ് ആ ഒരു കോർണറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ വാഷ് ഏരിയ വരുന്നു. ഗ്രാനൈറ്റ് ആണ് ടോപ്പ്. ജാഗ്വറിന്റെ ബേസൺ, മിറർ, LED ലൈറ്റും കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആയിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരിക. വാൾ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ്. ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് ആണ് മുഴുവനായിട്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ ടൈലുകളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിന്റെ ബാൽക്കണി സ്പേസ് കാണാം. ബാൽക്കണി സ്പേസ് കണ്ടത് നമുക്ക് ഏറ്റവും വലിയ ബെഡ്റൂമിലേക്ക് പോകാം. എന്തായാലും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഡോർ തുറന്ന് നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെയായിട്ട് നമ്മളുടെ കവേർഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു സ്പേസ് തന്നെയാണ്. അപ്പോൾ ഇവിടെയായിട്ട് ഈ ഒരു കൈവിരകൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബും ടൊപ്പൻ ഗ്ലാസുകളുമാണ് ഇവിടെ കൈവിരകൾക്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആ കൈവിരൽ ഇവിടെ വന്ന് കവർ ആകുന്നുണ്ട്. ഇനി ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ടെറസ് സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ആട്ടുകെട്ടിലോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് വേണമെങ്കിൽ മറയ്ക്കാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി വെർട്ടിക്കൽ ഗാർഡൻസ് ഒക്കെ വെച്ച് ഈ ഒരു സൈഡിൽ കുറച്ചുകൂടെ പ്രൈവസി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് കസ്റ്റമൈസേഷൻ, ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റം സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് ഓൾമോസ്റ്റ് നമുക്കൊന്ന് കാണാനും മനസ്സിലാക്കാനായിട്ട് പറ്റും. നോക്കി എന്തോരം സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം. ആ ഒരു ലൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ബാൽക്കണി സ്പേസും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ റൂമിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വലിയ റൂമിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ വാവ്, ഈ റൂമിന്റെ വലിപ്പം നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ. എന്തോരം വലിയ ബെഡ്റൂം ആണെന്നുള്ള കാര്യം. അപ്പോൾ ഒരു ക്രിക്കറ്റ് പിച്ചിന്റെ നീളം കണക്കുണ്ട് ഈ ഒരു ബെഡ്റൂമിന്റെ നീളം. നമുക്ക് നീളവും വീതിയും നമുക്ക് നോക്കാം. 22.66 അടിയാണ് നീളം വരുന്നത്. വീതി തന്നെ നമുക്ക് നോക്കിയാൽ 13.08, 296.37 സ്ക്വയർ ഫീറ്റ്, ഓൾമോസ്റ്റ് 300 സ്ക്വയർ ഫീറ്റിന് അടുത്തുണ്ട് ഈ ഒരു ബെഡ്റൂം. സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് 2 ബെഡ്റൂം പണിയും അല്ലേ. അപ്പോൾ മീറ്റർ സ്ക്വയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 27.534 മീറ്റർ സ്ക്വയർ ആണ്. 27.534 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കും നമുക്ക് കാണാം. ഇവിടെയായിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബെഡ് സ്വിച്ചുകൾ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ഫാമിലി കൂട്ടുകാരിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇടാൻ പറ്റും. ഇനി വാർഡ്രോബിന്റെ കാര്യം നോക്കാം. ഇവിടെയായിട്ടാണ് വാർഡ്രോബിനെ കൊടുത്തിരിക്കുന്നത്. ആ വാർഡ്രോബിന്റെ ഡിസൈൻ നോക്കി. ഇംഗ്ലീഷ് ആൽഫബറ്റ് Tയുടെ കണക്ക് അല്ലെ, T ഡിസൈന്റെ കണക്ക്, ആ ഒരു ഡിസൈനിന്റെ കണക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഒരു സൈഡിൽ മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ നോക്കിയേ, വലിയ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സീലിംഗ് വർക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് ആ ഒരു സീലിംഗ് വർക്കിനെ ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കിന്റെ ഫാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാങ്ങിങ് ലൈറ്റിന് ക്യൂട്ടായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഭാഗത്തേക്കാണ് ബാത്റൂമിന്റെ സ്ഥാനം. ഫൈബർ ഡോറുകൾ തന്നെയാണ് ഇവിടെയും ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിലേക്ക് കയറാം.
അപ്പോൾ ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത്രയും വലിയ ബെഡ്റൂം കണ്ടിട്ട് ബാത്റൂം കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും, പക്ഷെ നോർമലി കണ്ടാൽ വലിയ ബാത്റൂമാണ് കേട്ടോ. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ, ജാഗോറിന്റെ തന്നെ ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്ത് ഏരിയ വരിക. ജാഗോറിന്റെയാണ് ഫിറ്റിംഗ്സ് എല്ലാം. നേരെ മുകളിലേക്ക് നോക്കുക, അവിടെയായിട്ട് നമുക്ക് ചെറിയൊരു റെയിൻ ഷവർ കാണാം. അങ്ങേ അറ്റത്തായിട്ട് നമുക്ക് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നു. അവിടെയായിട്ട് ഹീറ്റ് എന്ന പോയിന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് നമ്മളുടെ വാഷ് ബേസിൻ നമുക്ക് കാണാൻ പറ്റും. ഗ്രാനൈറ്റ് ആണ് ടോപ്പ് വരുന്നത്. താഴത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ജാഗോറിന്റെ തന്നെ വേറെ മോഡലാണ് കേട്ടോ. വെറും LED ലൈറ്റും കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ഏറ്റവും വലിയ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ഇവന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഈ ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ നമ്മുടെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാൻ കേട്ടോ. നല്ല വലിയ യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നല്ല സ്ഥല സൗകര്യമുണ്ട് ഈ യൂട്ടിലിറ്റി ഏരിയയ്ക്ക്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് നിങ്ങളുടെ ലോണ്ടറി സ്പേസ് വരിക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയുള്ള സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ വേസ്റ്റ് വെള്ളം പോകാനുള്ള സൗകര്യങ്ങളും അതിൻ്റെ ടാപ്പും മറ്റ് സൗകര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുണിയൊക്കെ ഉണക്കി വിരിച്ചെടുക്കുവാനായിട്ട് നല്ല രീതിയിൽ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടെറസിലേക്ക് കയറി ഏറ്റവും മുകളിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും. ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് പടികളെ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പടികളും മറ്റുമൊക്കെ സൺഷെയ്ഡിന് മുകളിലൂടെയായിട്ടാണ് ആളുകൾ നൽകി പോരാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പൂർണ്ണമായിട്ടും ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിനുള്ളിലൂടെ തന്നെ നൽകി പോയിരിക്കുന്നു. ഇനി സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് വാട്ടർ ടാങ്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം 2000-ലധികം ജലം സംഭരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാട്ടർ ടാങ്കിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നേരെ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എത്രത്തോളം ക്യാമറയിൽ വ്യൂ ഉണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ചുറ്റുപാട് ഒന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയൊക്കെ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല ഉയരത്തിലായിട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത് എന്നുള്ള കാര്യം. കാരണം 2018 ഫ്ലഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു ഭാഗം ഈ ആലുവ ഭാഗമാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വിചാരിച്ചിരിക്കുന്ന ആലുവയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഒരു പരിധിവരെ സത്യവുമാണ്. പക്ഷേ ഈ ഒരു ഭാഗം നല്ല ഉയർന്ന ഭാഗമാണെന്നുള്ള കാര്യം ഈ ഒരു കാഴ്ചയിൽ അല്ലെ ഈ ഒരു നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ വീട് മൊത്തത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഓടിച്ചൊരു കാര്യങ്ങൾ നോക്കാം. 15 സെൻറ്റിനകത്തായിട്ട് 4382 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് വരുന്നത്. ബെഡ്റൂമുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ 5 ബെഡ്റൂമുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു ഹോം തിയേറ്റർ ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏകദേശം 4-5 വാഹനങ്ങൾ സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ, 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ദൂരമാണ് ഇവിടെ നിന്ന് ആലുവ ടൗണിലേക്ക് ഞാൻ പറഞ്ഞു വെറും 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം 12ഓളം കിലോമീറ്റർ താഴെ മാത്രമാണ് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്കുള്ള ദൂരമുള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ അടുത്ത് സൗകര്യങ്ങളൊക്കെ അടുത്ത് കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്ലേസിലായിട്ടാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. അതെല്ലാം ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ലക്ഷറി വീട് നോക്കുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വീട് തന്നെയായിരിക്കും ഈ ഒരു വീട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രൈസിലേക്ക് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ പ്രൈസിലേക്ക് വരാം. ഈ വീട് അവർ ചോദിക്കുന്നത് 3 കോടി രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ് സ്ലൈറ്റ്ലി. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം, നേരിട്ട് വരാം, സ്ഥലം കാണാം, പരിസരങ്ങൾ കാണാം, പരിചയപ്പെടാം, വീട് കാണാം, വീടിനെ പറ്റി നോക്കി കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ഡീലുകൾ എന്തെങ്കിലും നിങ്ങളുടെ പക്കൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360stardeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. അതുമല്ലെങ്കിൽ 9048266360 എന്ന ചാനലിൻ്റെ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ഡീലുകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.